ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ക്ലാസിക് BS3 BS4 എന്നീ കാറ്റഗറി. BS6 പിന്നെ ECM ആണ്, എന്നാലും അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ അലക്ഷ്യമായിട്ട് വർക്ക്ഷോപ്പ് ആണെങ്കിലും പിന്നെ വർക്ക് എടുക്കുന്ന ആളുകൾ അലക്ഷ്യമായിട്ട് ഇടുന്നൊരു കാരണം കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന, അതായത് നമ്മൾ ലൈനിലോ മറ്റോ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയങ്ങളിൽ വണ്ടി മിസ്സിംഗ് ആയി നിൽക്കുന്നു പോവുക. അപ്പം അത് പെട്ടെന്ന് ഷോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലൊക്കെ വരുന്ന കാരണം നമ്മൾ അലക്ഷ്യമായിട്ടിടുന്ന അതിൻ്റെ TC യൂണിറ്റ്, അതിൻ്റെ ഫ്യൂസ് ഹോൾഡറൊക്കെയാണ്. നമുക്ക് ഈ വണ്ടിയിലുള്ള ഒരു സംഗതി ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ അടുത്ത് വന്ന സർവീസിന് വന്നൊരു വണ്ടിയാണ്, ഇവിടുന്ന് പണിയുന്ന വണ്ടിയാണ്. അപ്പം ഇത് നോക്കുക, ഞങ്ങൾ ഉണ്ടല്ലേ, ഇതിൽ കുറേ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ തുണി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ TC യൂണിറ്റ് കിടക്കുന്ന കിടത്താണ്, ഫ്യൂസ് ഹോൾഡർ കിടക്കുന്ന കിടത്താണ്. അതായത് ഇതാണ് ഇതിൻ്റെ ബ്രെയിന്. ഇത് കറണ്ട് സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതാണ്. അപ്പൊ ഇത് നമ്മൾ ഈ വണ്ടി ഈ സാധനം ഇങ്ങനെ ഇവിടെ കടന്നുകാട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. വണ്ടി കുഴി ചാടുമ്പോഴും വൈബ്രേഷൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും ഇതിവിടെ കടന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് കുറയുമ്പോൾ പിന്നെ ലൂസ് വരും, ഇതിൻ്റെ വയറ് പിന്നെ കുറേയൊക്കെ വലിയാൻ തുടങ്ങും, വണ്ടിക്ക് മിസ്സിങ് ആവും, കറണ്ട് കിട്ടാതാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെക്ക് ചെയ്യും, ഇത് മാറ്റി നോക്കും, അത് പ്ലഗ് മാറ്റി നോക്കും, എല്ലാ കാര്യങ്ങളും നോക്കും. അതേമാതിരി ഫ്യൂസിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു പിന്നാണ് സാധനം. ഇതൊക്കെ ഇങ്ങനെ വലിയുന്നതനുസരിച്ച് സാധനം ഇങ്ങനെ വലിഞ്ഞിങ്ങനെ പോവാണ്. അപ്പം ഈ സാധനം കറക്റ്റ് പ്ലേസ് ചെയ്യാത്ത ഒരുപാട് വണ്ടികൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞതാ, ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. കാരണം അത് പറഞ്ഞ് ടൂൾ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ബോക്സിലുള്ള വെള്ളം കയറി കഴിഞ്ഞാലും ഇതിങ്ങനെ താഴോട്ട് തന്നെ കിടക്കണം. ഇത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇന്ന് റബ്ബറിൻ്റെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ പ്ലേസ് ചെയ്തിടണം. അതും ഇതും അതുമാതിരി തന്നെയാണ്. ഇതിനെല്ലാത്തിനും ഇതിന് ഇവിടെ ഒരു റബ്ബറിൻ്റെ ഹോള് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അയച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ അയച്ചു കഴിഞ്ഞിട്ട് നേരെ ബോക്സിലിട്ട് ക്ലോസ് ചെയ്യും. അതാണ് ഇതിൻ്റെ സാധാരണഗതി സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വഴിയിൽ കുടുങ്ങാതെ, വണ്ടി വഴിയിൽ കുടുങ്ങാതെ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ ഒരുപാട് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്ലേസിങ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി BS3 ആയാലും BS4 ആണെങ്കിൽ ഈ ബോക്സ് ഒന്ന് അയച്ചു നോക്കുക. അപ്പോൾ അയച്ചിട്ട് ഈ TC ഇങ്ങനെ തൂക്കിയിട്ടതാണെങ്കിൽ ഇത് കറക്റ്റ് ഇത് അവിടെ ഇങ്ങനെ ഒരു ക്ലാമ്പ് കിടപ്പുണ്ട്. ഈ ക്ലാമ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇത് പിന്നെ ഫ്ലാഷറാണ്, ഇത് ഫ്ലാഷർ വിഷയമല്ല. അപ്പോൾ അതേമാതിരി ഇത് ഫ്യൂസിൻ്റെ ബോക്സും ഇതിങ്ങനെ ഫിക്സഡ് ആക്കി, ഇത് ഇളകാൻ പറ്റില്ല കിടന്നിട്ട്. കാരണം ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്ന സാധനം വയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇളകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് പിന്നെ ചിന്തിച്ചാൽ അറിയാവുന്ന, ഊഹിച്ചാൽ അറിയാവുന്ന കേസല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു വിഷയം അല്ലാതെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴിയിൽ കുടുങ്ങാതെക്കാനും, അതേമാതിരി അത് പെട്ടെന്ന് മിസ്സിങ്ങോ കംപ്ലയിൻസോ എന്ത് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഷൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യങ്ങൾ ആളുകൾക്ക് അറിയുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഊരിയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ബോക്സ്, ടൂൾ ബോക്സ് അയക്കുക, ഇലക്ട്രിക്കൽ സൈഡിലെ ബോക്സ് അയക്കുക, ഈ ഇതേമാതിരി പ്ലേസ് ചെയ്യുക. അതായത് നിങ്ങൾ ഒരുപാട് ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങൾ, വഴി കൂടുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.